ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച പുരുഷ വാർഡുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ നഗരസഭ 3,25,000 രൂപ ചെലവിൽ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ച വാർഡുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നമുക്കറിയാം, വളരെ കാലത്തെ പഴക്കമുള്ള ആശുപത്രിയാണ് ഇതെന്നുള്ളത് നമുക്കറിയാം. കാലാകാലങ്ങളിൽ ജനകീയമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ ആശുപത്രി ഇത്രയേറെ വികസിച്ചത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന OPയും കാഷ്വാലിറ്റിയും എല്ലാം MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. സർക്കാർ രാധാകൃഷ്ണന്റെയും സമ്പത്തിന്റെയും പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 2 ബ്ലോക്കുകൾ ഇവിടെ നിർമ്മിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലാണ്. സായി ഗ്രാമിന്റെ സഹായത്തോടെ അവർക്കൊരു ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കണം. അത് എവിടെ എന്നുള്ള അവരുടെ ബോഡി ചർച്ച ചെയ്യപ്പെടുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു നഗരസഭ ആറ്റിങ്ങലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെ സമീപിക്കുകയും അന്നിരുന്ന സൂപ്രണ്ട് ഉൾപ്പെടെ അതിൽ വലിയ താല്പര്യം കാണിക്കുകയും 1,40,00,000 രൂപ ചെലവ് ചെയ്താണ് ആ ഡയാലിസിസ് യൂണിറ്റ് അവിടെ ആരംഭിച്ചത്. ഡയാലിസിസ് യൂണിറ്റ് കൊണ്ടുള്ള പ്രയോജനത്തെ സംബന്ധിച്ചൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ശ്രീ ആനന്ദകുമാർ സാറ് വലിയ എഫർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചതിന് ശേഷമാണ് സർക്കാരിന്റെ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കുക. ഒരു ദിവസം 20 പേർക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞത് 500-ലേറെ ആളുകൾ ഇതുവരെ ഡയാലിസിസിന് വിധേയമായിട്ടുണ്ട്. പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ ഡയാലിസിസ് നടത്തണമെങ്കിൽ 2,000-2,500 രൂപ വരെയാണ്. അപ്പൊ മെഡിക്കൽ കടയിൽ പോയാൽ 3, 4, 5 ഡയാലിസിസ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇനി ഇങ്ങോട്ട് വരരുത്, അവിടെയുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ പോകണം. ഇപ്പൊ 2,500 രൂപ കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആഴ്ചയിൽ 1 ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 2 ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 3 ചെയ്യുന്നവരുണ്ട്. 3 കഴിഞ്ഞാൽ പിന്നെ 4 ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അപ്പൊ ജീവിക്കാനുള്ള ഒരു പോരാട്ടമാണ്. ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ രോഗി ജീവിക്കാനുള്ളൊരു പോരാട്ടമാണ് നടത്തുന്നത്. അതിന് സമ്പത്തില്ലാതെ വന്നാൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നത് പോലെ മരിച്ചു കൊടുക്കുകയോ മാർഗമുണ്ട്. അപ്പോൾ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭ വൈസ് ചെയർപേഴ്സൺ RS രേഖ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഓർത്തോ, സർജറി, മെഡിക്കൽ വിഭാഗങ്ങൾക്കും പുരുഷ ജീവനക്കാരുടെ വെയിറ്റിംഗ്, ചേഞ്ചിങ് മുറിയും ശുചിമുറികളും ഇതോടൊപ്പം പ്രവർത്തന സജ്ജമാക്കി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM താഹ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, വാർഡ് കൗൺസിലർ താഹിർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രീത സോമൻ, LDF നേതാവ് R രാജു, UDF നേതാവ് K സതി, നഗരസഭാ കൗൺസിലർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.